ഭരണഘടന അംഗീകരിച്ചതിന്റെ സ്മരണയ്ക്കായി രാജ്യത്ത് ഇന്ന് ഭരണഘടനാ ദിനാചരണം. പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ നടന്ന ഭരണഘടനാ ദിനാഘോഷങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു നേതൃത്വം നൽകി. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, മറ്റു പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മലയാളം, മറാഠി, നേപ്പാളി, പഞ്ചാബി, ബോഡോ, കശ്മീരി, തെലുഗു, ഒഡിയ, ആസാമീസ് എന്നീ 9 ഭാഷകളിലുള്ള ഭരണഘടനാ പരിഭാഷ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ഭരണഘടന അംഗീകരിച്ചതിന്റെ 76ാം വാർഷികമാണ് ഈ വർഷം. പ്രവൃത്തിയിലൂടെ ഭരണഘടനാ മൂല്യങ്ങൾ ശക്തിപ്പെടുത്താമെന്നും തുല്യതയും അന്തസ്സും സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്ന നിർദ്ദേശങ്ങൾ നിറവേറ്റപ്പെടട്ടെയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭരണഘടനാ ദിനത്തിൽ എക്സിൽ കത്ത് പങ്കുവച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പരാമർശം. 2014 പടിക്കെട്ടുകളെ നമിച്ച് പാർലമെന്റിൽ പ്രവേശിച്ചത് ഓർമ്മപ്പെടുത്തി മോദി പറഞ്ഞു. ഭരണഘടനയുടെ ശക്തി കാരണമാണ് പിന്നോക്ക സാഹചര്യത്തിൽ നിന്ന് താൻ പ്രധാനമന്ത്രി ആയതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഭരണഘടനയുടെ 60ാം വാർഷികം ഉചിതമായ രീതിയിൽ ആചരിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞ കോൺഗ്രസിനെയും മോദി പരോക്ഷമായി വിമർശിച്ചു. അന്ന് ഗുജറാത്തിൽ ഭരണഘടന ആനപ്പുറത്ത് കയറ്റി താനടക്കം പങ്കെടുത്ത ഘോഷയാത്ര നടന്നെന്നും മോദി പറഞ്ഞു. ഭരണഘടനയ്ക്ക് നേരെയുള്ള ഒരാക്രമണവും അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. താൻ ഭരണഘടനയുടെ സംരക്ഷകനാണെന്നും ആക്രമണങ്ങളെ ചെറുക്കാൻ മുന്നിൽ നിന്ന് പോരാടുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യ ഒരു സംസ്കാരത്തിന്റെയോ പ്രത്യയശാസ്ത്രത്തിന്റെയോ മാത്രമല്ലെന്ന് ഭരണഘടനാ ദിനത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. ഭരണഘടനയുടെ ആമുഖം പങ്കുവച്ചുകൊണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ എക്സിലെ കുറിപ്പ്. അംബേദ്കറിന്റെ ദർശനത്തെ ചുരുക്കാൻ ശ്രമിക്കുന്നവരെ ചെറുക്കുമെന്നും MK സ്റ്റാലിൻ പറഞ്ഞു.